ഇതൾ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വഴുതനങ്ങ കൊണ്ടൊരു നല്ല കറിയാണ്. അതിനായി ചെറുതായി അരിഞ്ഞ വഴുതനങ്ങ 4ആയി മുറിച്ചത്, തേങ്ങ തിരുമിയത്, സബോള അരിഞ്ഞത്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് കൂടി നോക്കാം. വീഡിയോ കംപ്ലീറ്റായി കാണാൻ ശ്രമിക്കുക. ഇനിയും ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. സബോള അരിഞ്ഞത്, നല്ലതുപോലെ ഒന്ന് വാടി വരേണ്ടതുണ്ട്. വാട്ടിയെടുക്കാം. ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിന് മുകളിലായി അല്പം ഉപ്പ് തൂവി കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. വഴുതനങ്ങ വഴറ്റിയെടുത്ത പാനിൽ തന്നെ അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. തേങ്ങ തിരുമിയത് ഇട്ട് കൊടുക്കാം. ചെറുതായി ഒന്ന് തേങ്ങ വാടി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. 4 ഇതള് കറിവേപ്പില, ഒരു പിഞ്ച് പെരിഞ്ചീരകം, ഇതിലേക്ക് 1 ഏലക്ക, 3 ഗ്രാമ്പു, തേങ്ങയൊന്ന് ചുമന്ന് വരുമ്പോൾ മല്ലിപ്പൊടി, മീറ്റ് മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അല്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ല ചുമന്ന കളറായി വന്നിട്ടുണ്ട്. വാങ്ങി വെക്കാം. മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ വറുത്തത് ഇട്ട് കൊടുക്കാം. അരപ്പിന് ആവശ്യമായിരിക്കുന്ന വെള്ളം, നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്ത് അരച്ചു കൊണ്ടുവന്നിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിലേക്ക് അരമുറി പച്ചമാങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് അരിഞ്ഞത്, വഴുതനങ്ങ വഴറ്റിയപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിരുന്നു. ഇത് അല്പം ഇട്ട് കൊടുത്താൽ മതി. അരപ്പിന് അങ്ങനെ തിള കയറി വന്നിട്ടുണ്ട്. തിള കയറി വരുന്ന സമയം വഴറ്റി വെച്ചിരിക്കുന്ന വഴുതനങ്ങയും ഉള്ളിയും ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് നന്നായി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. പൊട്ടിയ കടുകിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. രണ്ട് വറ്റൽമുളക്, കറിവേപ്പില,
വാങ്ങി വെക്കാം. കറി അങ്ങനെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം വെള്ളം ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലായി കടുക് താളിച്ച് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വഴുതനങ്ങ കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.